കൊറോണ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് ഇറങ്ങിയ ഒരു സംഭവമാണ് വീട്ടിനകത്തൊരു തിയേറ്റർ. 2 ലക്ഷം മുതൽ അങ്ങ് ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാം. ഒരു സ്ക്രീൻ അങ്ങ് വെച്ച് ബ്ലാക്ക് പെയിന്റ് അടിച്ച ഹോം തിയേറ്റർ ആകില്ല. നേരെ വന്നതാ തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു ഫീൽ സെറ്റ് ചെയ്യാം അല്ലേ. ഇതിപ്പോൾ കസ്റ്റമറിന് വേണ്ടിയിട്ട് 7.2.2 എന്ന് പറഞ്ഞ ഡോൾബി അറ്റ്മോസിന്റെ കോൺഫിഗറേഷൻ. നമ്മൾ ഈ റൂമിന് വരുമ്പോൾ ഇതിന് ഫ്ലോർ ടൈൽ ചെയ്യണ്ട. അതുപോലെ തന്നെ ഇതിലോട്ട് സെപ്പറേറ്റ് വേറെ പെയിന്റ് ചെയ്യണം. നമ്മൾ കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇതിന്റെ പ്രൈമറി ചെയ്താൽ മതി. തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ രഹസ്യങ്ങളൊന്നും അറിയുന്നില്ല. അതിൽ ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ തിയേറ്ററിൽ ഗ്ലാസ് 3D വെച്ച് കാണാൻ പറ്റുമോ? പറ്റും. ഇത് 4K പ്രൊജക്ടറാണ്, 3D സപ്പോർട്ടഡ് ആണ്. ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ OTT റിലീസ് വന്നു. ആ സമയത്താണ് കൂടുതൽ ആളുകൾക്ക് വീട്ടിലൊരു തിയേറ്റർ തന്നെ ആ സമയത്ത് കണ്ടിട്ടുണ്ട്. കണ്ടമാനം ആൾക്കാർ ദിവസം ഷോ ഇവിടെ കളിച്ചോണ്ടിരുന്നത്. ചെലവ് ചുരുക്കാൻ പറ്റുന്ന ഏരിയ, സീലിംഗ് വർക്ക് സിമ്പിൾ ആക്കാം, വോളിലെ വർക്കുകൾ സിമ്പിൾ ആക്കാം, ലൈറ്റ് എല്ലാം സിമ്പിൾ ആക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഈ സ്ക്രീൻ അങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇതിന് ബാക്കിൽ ഡോർ ഒളിഞ്ഞ് കിടപ്പുണ്ട്. അതാണ് ഈ ഭാഗത്ത് കാണുന്നത് കേട്ടോ. തുറന്നങ്ങ് പോകാം. ഹായ് ഫ്രണ്ട്സ്, വീടുകളുടെ ഡിസൈനും മോഡലൊക്കെ മാറി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വീടുകളിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ വീട്ടിൽ വലിയ ഒരു TV ഏരിയ അല്ലെങ്കിൽ ഒരു വാച്ചിങ് ഏരിയ, ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഹോം തിയേറ്ററുകൾക്ക് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കാണാറുണ്ട്. ഇത് പലപ്പോഴും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമല്ല, എഡ്യൂക്കേഷൻ പർപ്പസിനാണെങ്കിലും ഇനി കൊറോണ പോലുള്ള ഒറ്റപ്പെടൽ വരികയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് വീട്ടിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്യുക എന്നുള്ള രീതിയിലുമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നത്. സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അത് നമ്മൾ എങ്ങനെ നമ്മുടെ വീട്ടിൽ ചെയ്യണം? വീട് പണിയുമ്പോൾ തന്നെ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യണോ, അതോ ആൾറെഡി ഉള്ള വീട്ടിൽ ഡെവലപ്പ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര രൂപ ചിലവാകും എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഡെക്കോർ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ കൂടെ സലീം ആലുക്കൽ. നമ്മളിതാ ഒരു വീട്ടിൽ ചെയ്ത ഹോം തിയേറ്ററിനകത്താട്ട വന്നിരിക്കുന്നത്. നല്ലൊരു ഫെസിലിറ്റി, ഇത്രയും ചെറിയ സൈസിലൊക്കെ സെൽഫൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. ലൂമിയർ ഹോം സ്ക്രീൻസ്, അതായത് വീടുകളിൽ തിയേറ്റർ ആക്കി കൊടുക്കുക. അതാണ് നമ്മളെ ലക്ഷ്യം. ഇന്ന് ഒരുപാട് ആൾക്കാർ തിയേറ്ററുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. വലിയ വീടാണെങ്കിലും ചെറിയ വീടാണെങ്കിലും പഠനത്തിനാണെങ്കിലും ഇപ്പോൾ കൂടുതൽ കുട്ടികൾ എൻ്റർടൈൻമെൻറ്റ് റീൽസ് ഒക്കെ ചെയ്യുക, പുറത്ത് പോയിട്ടൊക്കെ കളിക്കുന്ന അവസ്ഥ കുറഞ്ഞു വരികയാണല്ലോ. അപ്പോൾ വീടിനകത്ത് അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ വേണം. അതിനു വേണ്ടി ഇത് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറോണ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് ഇറങ്ങിയ ഒരു സംഭവമാണ് വീട്ടിനകത്തൊരു തിയേറ്റർ അല്ലേ. അതിനുശേഷം വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇപ്പം റെക്കോർഡിങ് അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു സൈലന്റ് ആംബിയൻസും, പിന്നെ ഇപ്പൊ പഠനത്തിന്റെ കാര്യമാണെങ്കിൽ കുട്ടികളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളല്ലേ. അപ്പോൾ ഒരു തിയേറ്റർ വേണം വീട്ടിൽ. പിന്നെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ പർപ്പസ് എന്ന് വെച്ചാൽ ഇപ്പം സിനിമ OTT റിലീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ മൂവീസ് OTT മാറുന്ന അവസ്ഥയാണ്. അപ്പൊ നമുക്ക് തിയേറ്ററിൽ പോകാൻ തന്നെ കാണാം. നമ്മുടെ സിനിമ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് തിയേറ്ററിൽ നിന്ന് വിടും. പിന്നെ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് OTT കിട്ടും. നമ്മുടെ വീട്ടിൽ അതേ ഒരു ആംബിയൻസിൽ ഇരുന്ന് അതേ സൗണ്ട് ക്വാളിറ്റിയിൽ. അതെ ആംബിയൻസ് പറഞ്ഞാലേ വെറുതെ പറയാലോ. അതാണ് ആംബിയൻസ്. കണ്ടില്ലേ, നേരെ വന്നതാ തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു ഫീൽ സെറ്റ് ചെയ്യാം അല്ലേ. അടിപൊളി ചെയറുകളാണ് കൊടുക്കുന്നത് അല്ലേ. നല്ല ഇതിപ്പോ മാനുവലാണ്, അതുപോലെ തന്നെ മോട്ടറൈസ്ഡ് കൊടുക്കാം. പക്ഷേ ചെയറുകളിലൊന്നല്ല കാര്യം. ഈ ഒരു തിയേറ്റർ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ഓരോ കാര്യങ്ങളിലും ഓരോ മെറ്റീരിയലിലും കാര്യമുണ്ട് അല്ലേ. വീട്ടിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് പ്രൂഫ് ആയിരിക്കണം. എക്കോ ഇല്ല. നമ്മളെ സൗണ്ട് നല്ല ക്വാളിറ്റിയിൽ, ബൈക്കിനേക്കാൾ ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഫ്ലോർ ശ്രദ്ധിക്കണം. പിന്നെ ഇതിന്റെ ലെവലിങ്, അതുപോലെ ഹൈറ്റ്, ഇതിലൊക്കെ പ്രാധാന്യം എല്ലാ കാര്യത്തിലുണ്ട്. ഇപ്പോൾ ഈ ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത് സാധാരണ ഒരു റൂമിനെ, ഒരു ബെഡ്റൂമിനെയാണെന്ന് തോന്നുന്നു ഈ ഒരു രീതിയിലേക്ക് മാറ്റി അല്ലേ. നേരത്തെ ഒരു ഹാളായിരുന്നു, ഒരു റൂമായിട്ട് മാറ്റി. അതിനുശേഷം ഇവിടെ ഒരു 2 ഡോറൊക്കെ വരുന്നുണ്ട്. അതിനനുസരിച്ച് ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നല്ലൊരു സിറ്റിംഗ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു സാധാരണ 3 മീറ്റർ ബൈ 3 മീറ്ററുള്ള റൂമിലൊക്കെ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കറക്റ്റ് എത്ര വേണം മിനിമം? നമുക്ക് ഒരു ഫീറ്റ് പറയുകയാണെങ്കിൽ ഒരു 15 ഫീറ്റ് 10 അടി പിന്നെ വീതി ഉണ്ടെങ്കിൽ ഒരു 110 ഇഞ്ച് സ്ക്രീനൊക്കെ വെച്ചിട്ട് ഒരു റോ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു റോ കൂടെ നമുക്ക് ബീൻ ബാഗ് ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഈ റൂമിൽ ഇതിന്റെ സൈസ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മളെ വ്യൂസിന്. ഇത് നമുക്ക് ഏകദേശം 17 ആണ് ലെങ്ത് വരുന്നത്. 17 ഇതിന്റെ നീളം കേട്ടോ. വീതി 10 അടിയാണ്. 10 അടി സൈസ് അല്ലേ. അപ്പോൾ ഒരു സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്, അത് കഴിഞ്ഞതാ 2 സ്റ്റെപ്പ്. ഇതില്ലേ 2 സ്റ്റെപ്പാണ്. 2 സ്റ്റെപ്പ്. അത് ഒന്ന് ഇപ്പൊ ജസ്റ്റ് ഇതിന്റെ ഒരു അനുസരിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തു. മാക്സിമം വലിയ സീറ്റുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഇപ്പൊ വരുന്ന ക്ലയന്റുകൾക്ക് നേരത്തെ, കാരണം അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു പ്ലാൻ റെഡി ആവുന്ന സമയത്ത് തന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ, അല്ല അതിലൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിപ്പോ ഓൾറെഡി ഉള്ള വീട്ടിലേക്കായിരിക്കും കൂടുതൽ എൻക്വയറി നിങ്ങൾക്ക് വരുന്നത്. നമ്മളെ വീട്ടിലൊരു ഹോം തിയേറ്റർ വേണം, പക്ഷെ വീട് പുതിയ പ്ലാൻ ചെയ്യുമ്പോൾ അവര് അപ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കണം അതിനകത്തൊരു ഹോം തിയേറ്ററിന്റെ സ്പേസ് ഇല്ലേ, എന്നാലല്ലേ. കാരണം നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിന്റെ ഡോറിന്റെ പൊസിഷൻ കറക്റ്റ് വരുമ്പോഴത്തേക്ക് ആ കിട്ടുന്ന ഏരിയ നമ്മൾ 15 അടി ഉണ്ടെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതല്ലെങ്കിൽ ആ ഡോറ് വരുന്നിടത്തായിരിക്കും മെയിൻ സ്പീക്കർ വരുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ വേറെ കാര്യം വെച്ചാൽ നമ്മൾ ഈ റൂമിന് വരുമ്പോൾ ഇതിന് ഫ്ലോർ ടൈൽ ചെയ്യണ്ട. അതുപോലെ തന്നെ ഇതിലോട്ട് സെപ്പറേറ്റ് വേറെ പെയിന്റ് ചെയ്യണ്ട. നമ്മൾ കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇതിന്റെ പ്രൈമറി ചെയ്താൽ മതി. പിന്നെ ഇതിലോട്ടുള്ള വയറിങ്ങോ പൈപ്പ് കാര്യങ്ങളൊന്നും ചെയ്യണ്ട, പവർ ഇട്ട് വെച്ചാൽ മതി. അതെ, അത്രേ ഉള്ളൂ. അത്ര എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ വരുന്ന ബഡ്ജറ്റ് നമുക്ക് കട്ട് ചെയ്ത് ഒരു TV റൂമിലോട്ടുള്ള TV സെറ്റപ്പുകൾ ചെയ്യുന്നതിന്റെ കൂടെ കുറച്ചുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഹോം തിയേറ്റർ തന്നെ സെറ്റ് ചെയ്തെടുക്കും. ഓക്കെ, നിങ്ങൾ വീട് പണിയുമ്പോൾ നിങ്ങൾ ആ റൂമിന് വേണ്ട എക്സ്പെൻസ് വേറെ ഒന്നും ചെയ്യണ്ട, ഒരു ബ്ലാങ്ക് സ്പേസ് ഇവർക്ക് കിട്ടിയാൽ മതി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ചെയ്ത കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. അപ്പോൾ ഇതൊരു വീടാണ്, വീടിന്റെ റൂമാണ്. നേരത്തെ പറഞ്ഞ പോലെ സൈസ് അത്യാവശ്യമുണ്ട്. അതുപോലെ ഇവിടുത്തെ സാധാരണ റൂമിന്റെ ഹൈറ്റ് ആണെങ്കിലോ, ഹൈറ്റ് നമുക്ക് സാധാരണ ഇപ്പോൾ കിട്ടുന്ന ഇപ്പം 120 ഇഞ്ചൊക്കെ ആണെങ്കിൽ തന്നെ 10 അടിയിൽ ചെയ്യുന്നുണ്ട്. 150 വരെ ഞങ്ങൾ ഈ 10 അടി ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ സാധാരണ വീട് ഒരു 3 മീറ്റർ വരുന്ന ഹൈറ്റ് ആട്ടോ ഈ പറയുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇതിൻ്റെ ഒരു വാളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഒരു സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള ഒരു ഭാഗം അല്ലേ. ഇതിൽ സൗണ്ട് പ്രൂഫ് എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മെയിനായിട്ട് അക്കോസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. ഓക്കെ, നമ്മൾ ഇതിപ്പം ഇവിടെ നമ്മൾ ഡെമോ പർപ്പസിലാണ് ഉള്ളത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ സൗണ്ട് പ്രൂഫ് തന്നെ വേറൊരു ഭാഗം തന്നെയാണ് അത് നമ്മൾ അത്രയ്ക്ക് ഒരു റെക്കോർഡിംഗ് പർപ്പസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മാത്രമാണ് അത് ചെയ്യേണ്ടു. പിന്നെ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട്, നമ്മൾ ഹെവി സൗണ്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളൊരു മീഡിയം ബഡ്ജറ്റിലൊക്കെ വരുമ്പോൾ ഉള്ള ഈ സൗണ്ടിനൊക്കെ ലിമിറ്റ് ഉണ്ട്. ഈ റൂമിലോട്ട് ഇതിനെക്കാട്ടിയും ഹെവി സൗണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മസ്റ്റായിട്ടും സൗണ്ട് പ്രൂഫ് ചെയ്യണം. അതിനും കൂടി നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ വാള് നമ്മളൊരു റീക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അത് ക്യാവിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനെ പുറത്തുള്ളത് അകത്തോട്ടും അകത്തുള്ളത് പുറത്തോട്ടും പോകാത്ത രീതിയിൽ തന്നെ ആ രീതി നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ വീട്ടിലാവുമ്പോൾ നമുക്ക് അത്രയൊന്നും കാണുന്നില്ല. ഇതിനകത്ത് തിക്നെസ് എത്ര തിക്നെസ് കൊടുത്തിട്ടുണ്ടാവും വാളിന്? ഇത് ഏകദേശം ഒരു 1 ഇഞ്ച് തിക്നെസ് വരണം. അതായത് നോയ്സ് എക്കോ ക്ലിയർ അത്രയേ ഉള്ളൂ ഇതിനകത്ത്. അതായത് പല ലെയറുകളായിട്ട് അത് വരും, പല ലെയർ പല മെറ്റീരിയൽ ആയിട്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ വ്യൂവേഴ്സ് ആണെങ്കിലും സാധാരണക്കാർ ചിന്തിക്കുക നമുക്ക് എങ്ങനെ ചെലവ് ചുരുക്കി ചെയ്യാന്നാണ്. ഒരു ഹോം തിയേറ്റർ ചെയ്യുമ്പോൾ നേരെ തിയേറ്റർ സ്ക്രീൻ വെച്ച് കുറച്ച് സൗണ്ട് സിസ്റ്റം വെച്ച് നേരെ ബ്ലാക്ക് പെയിന്റ് അടിച്ച ഹോം തിയേറ്റർ ആയി എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, ഇതിനകത്ത് അത്രയും ലെയർ വന്നിട്ട് അതിന് ഓരോ സൗണ്ട് നമ്മളിങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്ന പോയിന്റ് നോക്കിയിട്ടാണ് ഓരോ മെറ്റീരിയൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇപ്പം നമുക്കത് സ്പീക്കർ വെക്കുന്ന പോയിന്റ് അനുസരിച്ച് നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ തലവേദനയായിട്ട് വരിക. മൾട്ടിപ്പിൾ ടൈം റിഫ്ലക്ഷൻ വരുന്ന സമയത്ത് നമ്മളെ ബ്രെയിൻ അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് നോർമൽ ആക്കും, പക്ഷേ ഭയങ്കര തലവേദനയായിട്ട് മാറും. ഓക്കെ, തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ രഹസ്യങ്ങളൊന്നും അറിയുന്നില്ല. ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പഴയ കാലത്തെ തിയേറ്ററും ഇപ്പോൾ ഉള്ള നമ്മുടെ മാളുകളിലൊക്കെ തിയേറ്ററിൽ പോയാലുള്ള അവസ്ഥ നോക്കിയാൽ മതി. പണ്ട് കാലത്ത് നമ്മൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ നല്ലപോലെ ടയർഡാവും. ഇന്നങ്ങനെയല്ല, നമ്മൾ PVR-ലോ എവിടെ പോയി കഴിഞ്ഞാലും സൗണ്ട് എത്രത്തോളം. സൗണ്ട് മാത്രമല്ല, അന്ന് നല്ല എയർ കണ്ടീഷനിലായിരുന്നു, ഇന്ന് നല്ല എയർ കണ്ടീഷൻ ഉണ്ട്, അതിന്റെ ഒരു മാറ്റമുണ്ട്. ഇപ്പൊ ഇവിടെ നല്ലൊരു പാനൽ കൊടുത്തത് ഡിസൈൻ പർപ്പസ് കൊടുത്തായിരിക്കും. ഡിസൈൻ മാത്രമല്ല, ഇത് നമ്മൾ ഡിഫ്യൂസർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം നമ്മൾ ഹോൾ ചെയ്ത് അതിന്റെ ബാക്കിൽ ഫോം ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇതേ സംഭവം 2 സൈഡിലേക്കും വരുന്നുണ്ട്. ആ ഒരു ഡിസൈനും കൂടെ കീപ്പ് ചെയ്തിട്ടാണ് ഫ്രണ്ടും കൊടുത്തിട്ടുണ്ട്, ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സൈഡിൽ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് സ്പീക്കറാണ്. ഈ കാണുന്നതിന്റെ ഒരു സ്പീക്കർ സിസ്റ്റം ആണ്. 2 സ്പീക്കർ ഇങ്ങനെ ഹൈറ്റിൽ കൊടുക്കും. സാധാരണ ഒരു സറൗണ്ട് എന്നാണല്ലോ പറയാറുള്ളത്. ഇത് വെച്ചാൽ ഫസ്റ്റ് നമ്മള് പിന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു 3 ഡയമെൻഷൻ സൗണ്ട് ഉണ്ട്. അത് ഓരോ 3D എന്ന് പറഞ്ഞു. ഞങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സൗണ്ട് ഫോർമാറ്റ് ആണ്. നമ്മൾ കാണുന്ന തിയേറ്റർ പലതും ഇപ്പം 7.1 സറൗണ്ട് എന്ന് കാണാം, സ്ക്രീനിൽ എഴുതി കാണിക്കും. ഡോൾബി അറ്റ്മോസ് എന്ന് കാണിക്കും. നേരത്തെ DTS ഉണ്ടായിരുന്നു, DTS X ഉണ്ട്. അതുപോലെയുള്ള ഏറ്റവും ഫസ്റ്റ് ആയിട്ട് 3 ഡയമെൻഷൻ സൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിയാണ് ഓറോ 3D. ആ ഫോർമാറ്റിലാണ് ഇവിടുത്തെ മെയിൻ സൗണ്ട് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിന്റെ സ്പീക്കർ പ്ലേസ്മെന്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു തിയേറ്ററിൽ നിങ്ങൾ ഒരുപാട് സ്പീക്കറുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ഇതിനകത്ത് സ്പീക്കേഴ്സ് ഉള്ളത്? സ്പീക്കേഴ്സ് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ പറയുകയാണെങ്കിൽ LCR, ലെഫ്റ്റ് സെന്റർ റൈറ്റ്.
ഓക്കെ, ഇതാണ് ഇതിനകത്ത് കുറെ സംഭവങ്ങളോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു സ്പീക്കർ. അതാണോ ആ കിടക്കുന്നതാണോ? അല്ല. ഓക്കെ, ഇത് തന്നെയാണ്. ഇവിടെ രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലേ? ലെഫ്റ്റ് റൈറ്റ്, പിന്നെ സെന്ററിൽ വരുന്നുണ്ട് ഇത്. അപ്പൊ ഇത് ഓരോ ത്രോഡിന്റെ പർപ്പസ് ആയതുകൊണ്ടാണ് നമ്മൾ ടോപ്പിൽ ഫ്രണ്ട് രണ്ട് ഹൈറ്റ് സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ അതിന്റെ തന്നെ സറൗണ്ട് വരുന്നതാണ് ഈ രണ്ട് സ്പീക്കർ. അപ്പോൾ ഇതാണെങ്കിലോ? ഇതാണ് സറൗണ്ടിന്റെ ഹൈറ്റ് വരുന്നത്. ഓക്കെ, ഇവിടെ ഉണ്ടോ? ഇവിടെ ഒന്നുണ്ട് ടോപ്പിൽ. അവിടെ ഉണ്ട്. ഇതാണ് വോയിസ് ഓഫ് ഗോഡ് എന്ന് പറയും, അല്ലെങ്കിൽ ടോപ്പ് സറൗണ്ട്. ഇത് പിന്നെ ഓറോ 3D വരുന്ന ഒരു സ്പീക്കർ ലേ ഔട്ടാണ്. ഓക്കെ ഓക്കെ. പിന്നെ അറ്റ്മോസിലോട്ട് പോവുകയാണെങ്കിൽ ഈ കാണുന്ന രണ്ട് സ്പീക്കർ അറ്റ്മോസിനുള്ള സീലിംഗ് സ്പീക്കറാണ്. അതുപോലെ തന്നെ സറൗണ്ടിലോട്ട് പോകുമ്പോൾ ബാക്ക് സറൗണ്ട് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. ഓക്കെ, സാധാരണ രീതി നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, നമുക്ക് നല്ല സൗണ്ട് കിട്ടിയാൽ മതി. അപ്പൊ അതിന്റെ ബാക്കിൽ കുറച്ച് സ്റ്റഡി ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അല്ലേ? അതെ. ഓക്കെ, നമ്മള് ഇപ്പം പുതിയ സിനിമകളൊക്കെ അറിയാം. ഇപ്പൊ കൽക്കിയൊക്കെ ആണെങ്കിൽ നമ്മൾ 3D ചൂസ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ ലാംഗ്വേജ് ചൂസ് ചെയ്യും, അല്ല തിയേറ്ററിൽ പോവുകയാണെങ്കിൽ തന്നെ. പിന്നെ അതുപോലെ ഡോൾബി അറ്റ്മോസിൽ ഉള്ള തിയേറ്ററും കൂടെ നോക്കുക, എന്നാലും ടോട്ടൽ ആ സിനിമയുടെ ഫീൽ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ അതിനിടക്ക് ചോദിക്കട്ടെ, ഈ തിയേറ്ററിൽ ഗ്ലാസ് 3D വെച്ച് കാണാൻ പറ്റുമോ? പറ്റും. ഇത് 4K പ്രൊജക്ടർ ആണ്, 3D സപ്പോർട്ടഡ് ആണ്. ഒരു ബ്ലൂറേ പ്ലെയർ ഉണ്ടെങ്കിൽ ആ ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ് ഒന്ന് എടുക്കുക. ഇതാണ് ഇതിനകത്ത് വരുന്ന ഗ്ലാസ് അല്ലേ? ഓക്കെ, ഇതൊക്കെ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ? കൊടുക്കും. ഓക്കെ, ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ചാർജബിൾ ആണ് അത്. ഓക്കെ, ഇതേ ഒരു ഫാമിലി ആയിട്ട് 5 ഉണ്ടെങ്കിൽ ഇരുന്ന് അടിപൊളിയായിട്ട് മൂവി കാണാം. തിയേറ്ററിൽ പോകേണ്ട ആവശ്യമുള്ള സ്ഥലമാണ് ഇത്, മസ്റ്റാണ്. കൊറോണ വന്നു പോണേന്ന് ആഗ്രഹിച്ചു പോവാ. കാരണം വീട്ടിനകത്ത് ഇരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അന്ന് ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിരുന്നത്. ആണല്ലോ ഇത് ഈ സംഭവങ്ങൾ കൂടുതൽ ജനങ്ങളിലോട്ട് എത്തിയത്. ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ OTT റിലീസ് വന്നു. അതെ, ആ സമയത്താണ് കൂടുതൽ ആളുകൾക്ക് വീട്ടിലൊരു തിയേറ്റർ. അല്ല, ഈ തിയേറ്ററിൽ തന്നെ ആ സമയത്ത് കണ്ടിട്ടുണ്ട് കണ്ടമാനം ആൾക്കാർ ദിവസം ഷോ ഇവിടെ കളിച്ചോണ്ടിരുന്നു. ഇതൊരു പുതിയ തിയേറ്റർ ആണെന്ന് ചോദിച്ചാൽ പുതിയതുപോലെ ഉണ്ടെങ്കിലും ഇത് 1 വർഷമായോ? ഇതിപ്പോ ഞങ്ങളിപ്പോ ഒന്ന് റിനോവേറ്റ് ചെയ്ത് റിനോവേഷൻ നടന്നിട്ട് ഏകദേശം 10-12 വർഷമായി. തിയേറ്ററിന്റെ ഒരുപാട് ഘട്ടങ്ങൾ കവർ ചെയ്തതാണ്. ഇവർ തന്നെയാണ് റിനോവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പാനലുകൾ, ഈ ഡോറിനെ കുറിച്ച് സാധാരണ തിയേറ്ററിൽ ഡോറ് കൊടുക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരാൾ തിയേറ്റർ ചെയ്യേണ്ട റൂമിന് എങ്ങനെ ഡോർ സെറ്റ്? തിയേറ്ററിന്റെ വെച്ചാൽ നമ്മൾ ഏത് തിയേറ്റർ നോക്കിയാലും ഏത് ഹാള് നോക്കിയാലും പുറത്തോട്ടാണ് തുറക്കുക. അതതിന്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണത്. അതെ, എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെങ്കിൽ ആൾക്ക് പുറത്തോട്ട് നോർമൽ ഓടിപ്പോകണം. അപ്പൊ അത് വീടിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ഡോറും ഉള്ളിലോട്ടായിരിക്കും, ബെഡ്റൂമിന്റെ രീതിയിൽ. നമ്മൾ തിയേറ്റർ ചെയ്യുമ്പോൾ ഇത് ഡോർ എന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മളിതിപ്പോ നേരത്തെ അങ്ങനെ പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഈ ഡോർ ഈ സൈഡിൽ വന്നേക്കുന്നത്. സാധാരണ ഞങ്ങൾ പറയുന്നതെല്ലാം സൈഡ് കൊടുക്കാനാണ്, സൈഡ് വാളിൽ. കാരണം ഈ ഏരിയയിൽ നമ്മൾ സ്പീക്കറൊക്കെ വരും, ആ എൻഡിൽ സ്ക്രീന് വരും. ഈ ആ കാണുന്ന തൂണിന്റെ ഏരിയ ഉണ്ടല്ലോ ഇവിടെ, അവിടെ എങ്ങനെ നമുക്ക് ഒരു ഡോർ വരികയാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഒരു അറേഞ്ച്മെന്റും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ഡോർ സെറ്റ് ചെയ്യാം. അപ്പൊ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് സ്ക്രീന്, ഇപ്പുറത്ത് സീറ്റ് കിട്ടും. ഈ ഡോർ മാത്രമാണ് നമുക്ക് എന്താണ് സൗണ്ട് ലീക്കേജ് ആവാനുള്ള ഒരു ഏരിയ വരുന്നത്. അത് മാക്സിമം പിന്നെ സ്ട്രോങ് ആയിട്ട് പുറത്തോട്ട് തുറക്കുന്ന രീതിയിൽ ചെയ്യാം. എന്നിട്ട് സൗണ്ട് എന്തെങ്കിലും ലീക്ക് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു അഡീഷണൽ ഡോർ നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു സൈറ്റിൽ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ നമ്മൾ അങ്ങനെ ഡബിൾ ഡോർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ നമ്മുടെ വ്യൂവേഴ്സിന് ഇതിപ്പോൾ വീട്ടിൽ ചെയ്യണം, അപ്പോൾ അതിന് വലിയ ചിലവാകുമോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ അല്ലേ? ചിലവ് ഇത് വെച്ചാൽ ഇതിൻ്റെ ഒരു എക്യുപ്മെൻറ്റ്സിന് നമ്മളിപ്പോൾ 7.1 AVR മിനിമം അറ്റ്മോസിന് വേണം. അല്ലെങ്കിൽ അതിലും കുറച്ച് ഉള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ 5.1 നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു എക്യുപ്മെൻറ്റ്സ് മിനിമം നമുക്കൊരു 1.5 to 2 lakh ഒക്കെ എക്യുപ്മെന്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇന്റീരിയർ വർക്ക് ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് മിനിമൽ രീതിയിൽ നമുക്ക് എന്താക്കാം, എക്കോ ക്യാൻസലേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ഇത് ഒരു പൂർണ്ണമായ സെറ്റപ്പിലോട്ട് വരണമെങ്കിൽ നമ്മൾ ഈ റൂമിന്റെ ടോട്ടൽ ഇന്റീരിയർ വർക്കിന്റെ എക്സ്പെൻസ് കൂടെ അതിൽ കാണണം. ഓക്കെ, അതിൽ നമുക്ക് ചിലവ് ചുരുക്കാൻ പറ്റുന്ന ഏരിയ, സീലിംഗ് വർക്ക് സിമ്പിൾ ആക്കാം, വാളിലെ വർക്കുകൾ സിമ്പിൾ ആക്കാം, ലൈറ്റ് എല്ലാം സിമ്പിൾ ആക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയാണ് വരുന്നത്. പക്ഷെ ഇന്ന് മാർക്കറ്റിൽ വെറും 70,000 രൂപക്കൊക്കെ ഹോം തിയേറ്റർ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതിനെ കുറിച്ച് എന്താണ്? അത് നമുക്ക് അങ്ങനെ രണ്ട് രീതിയിൽ ഇതിനെ ചെയ്തെടുക്കാം. ഇതിൽ വരുന്നത് നമുക്കിപ്പം സാധാ സ്പീക്കർ കേബിള്,
സ്പീക്കർ കേബിൾ സാധാ ഇലക്ട്രിക്കിന് ഉപയോഗിക്കുന്ന കേബിൾ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള കേബിളാണ്, അതിനെക്കാട്ടി ഒരു 10 ഇരട്ടി വില വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റുള്ള മെറ്റീരിയൽസ് ഇപ്പം ഇതിൽ ഉപയോഗിക്കുന്ന പ്ലൈവുഡ് ആണെങ്കിലും പിന്നെ ഈ ഫാബ്രിക് ആണെങ്കിലും എല്ലാത്തിലും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഇലക്ട്രോണിക്സ് ഡിവൈസുകളൊക്കെ വ്യത്യാസം. ഡിവൈസ് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ മെയിൻ AVR ഒക്കെ ബ്രാൻഡിൻ്റെതാണെ കൂടെ മറ്റുള്ള കാര്യങ്ങൾ ഇതിനെ അസോസിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന വയറുകൾ, HDMI കേബിൾ പിന്നെ 15,000, 20,000, 25,000 രൂപ നമ്മൾ പെട്ടെന്ന് പറഞ്ഞ ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഉണ്ടോന്നുള്ളത്. കാരണം ഈ ഫീൽഡിലോട്ട് വന്ന് നോക്കിയാൽ അത് മനസ്സിലാവുള്ളൂ. കാരണം അത് നമ്മൾ ഇപ്പം നമുക്ക് കിട്ടുന്ന 4K ക്വാളിറ്റി അല്ലെ HD CP2 വേർഷനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത്ര ക്വാളിറ്റിയുള്ള കേബിൾസ് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, ഒരു സ്ക്രീൻ അങ്ങ് വെച്ച് ബ്ലാക്ക് പെയിന്റ് അടിച്ച ഹോം തിയേറ്റർ ആകില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെലവിൽ ചെയ്യാം. പക്ഷെ ഒരു തിയേറ്റർ ലുക്കിലേക്ക് കാര്യങ്ങളെല്ലാം ആ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങനെ പ്രൈസ് ആവും. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും ഇതിന്റെ ഒരു വാറണ്ടി, നമ്മൾ എന്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും വാറണ്ടി പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ പലരും ഇതിന് വർഷങ്ങളോളം 20 വർഷം വാറണ്ടി ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് തിയേറ്റർ ചെയ്യാറുണ്ട്. നിങ്ങളത് എത്ര വർഷം ചെയ്യുന്നുണ്ട്? ഇപ്പം ഇലക്ട്രോണിക് ഡിവൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയാം. ഇപ്പം നമ്മുടെ കയ്യിലുള്ള മൊബൈലാണെങ്കിലും എന്താണെങ്കിലും 2 കൊല്ലം മുന്നേത്തെ മൊബൈലല്ല ഇപ്പം നമ്മുടെ കയ്യിലുള്ള. ഇപ്പം നമുക്ക് കിട്ടുന്ന പിന്നെ വീഡിയോ ക്വാളിറ്റി ആണെങ്കിലും എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. നമ്മൾ പണ്ട് ഫുൾ HD കണ്ട് ഇപ്പോൾ അങ്ങനെ 4K 8K എന്ന് പറഞ്ഞ രീതിയിലോട്ട് സംഭവം മാറി. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ തൊട്ടടുത്ത കാലങ്ങളിലോട്ട് നമ്മൾ ഇതിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങനെയാണ്. അപ്പം ഈ ഡിവൈസിനൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് കാലത്തേക്ക് ചിലപ്പം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നാലും നമ്മൾ പിന്നെ ഇതിൻ്റെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിലൊക്കെ പുതിയ അപ്ഡേഷൻ വരും. അപ്ഡേഷന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അതെ, തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ആ 20 വർഷം വരെയൊക്കെ അതിന് വാറണ്ടി കൊടുത്തിട്ട് അതിൽ കാര്യം. നമ്മുടെ സിനിമ അങ്ങനെയാണ്, നമ്മുടെ ഡിവൈസ് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഈ റൂമിനകത്ത് കൊടുത്തിരിക്കുന്ന സ്ക്രീന് വളരെ കറക്റ്റ് ആപ്റ്റ് സൈസാന്ന് തോന്നുന്നു. ഈ ഒരു റൂമിന് ഇത് എത്ര സൈസ് ആവുന്നിരിക്കുന്നത്? ഇത് 120 ഇഞ്ചാണ് ഡയഗണല്. പിന്നെ ഇവിടെ ആദ്യം നമുക്ക് ഈ സൈഡിലായിരുന്നു സ്ക്രീൻ, അപ്പോൾ ചെറുതായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഡോറുണ്ട്. അപ്പൊ അങ്ങനെയാണ്. ഡോറുണ്ട് ഇതിന് പിന്നിൽ ഡോറുണ്ട്. ബാൽക്കണിലോട്ട് ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്ന മോട്ടറൈസ്ഡ് ആണ്. ഒന്ന് വർക്ക് ചെയ്ത് പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ സ്ക്രീൻ അങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇതിന് ബാക്കിൽ ഡോർ ഒളിഞ്ഞ് കിടപ്പുണ്ട്. അതാണ് ഈ ഭാഗത്ത് കാണുന്നത് കേട്ടോ. തുറന്നങ്ങ് പോകാം, ബാൽക്കണിയിലോട്ട് പോകാം, പുറത്ത് പോകാനൊക്കെ ഉള്ള. ഒന്ന് തുറന്ന് നോക്കിയാലോ? തുറക്കാൻ പറ്റുമോ? ഇതിനെ പറ്റിയുള്ള എല്ലാ സൗകര്യത്തിലുള്ള ചാവിയൊക്കെ ഉണ്ട് ഇതിന്. അത് ചാവി ഉണ്ട് അല്ലേ? ചാവിയൊക്കെ എക്സ്റ്റെൻഡ് സെറ്റ്. ഒന്ന് തുറന്നേക്കും. ഇതൊരു വലിയ എക്സ്റ്റെൻഡ് ചെയ്ത ചാവിയാണ്. ഓക്കെ, നമ്മളെ പല വീടുകളിലും റൂം ഇതിന് പുറത്തേക്കൊരു ബാൽക്കണി തന്നെയുണ്ട് അല്ലേ? അപ്പോൾ ആ റൂം നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമുക്കിത് സെറ്റ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇനി ഇതൊന്ന് താഴ്ത്തി കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെ വീടുകളിലെ മിക്ക വീടുകളിലും ആൾറെഡി റൂമുകളായിരിക്കും തിയേറ്ററായിട്ട് കൺവേർട്ട് ആകുക. അപ്പോൾ ഇതുപോലുള്ള സൗകര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഈ സ്ക്രീനിൽ എന്ത് മെറ്റീരിയലാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്? ഇത് ഒരുപാട് തരം മെറ്റീരിയൽസ് വരുന്നുണ്ട്. കാരണം ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള നോർമൽ സ്ക്രീനാണ്. പിന്നെ ഞങ്ങളുടെ വർക്കുകളിലൊക്കെ ഞങ്ങൾ അധികം യൂസ് ചെയ്യുന്നത് അക്വാസ്റ്റിക്സ് വോവൻ സ്ക്രീനാണ്. എന്ന് വെച്ചാൽ തിയേറ്ററിലെ പോലെ സ്ക്രീനിന്റെ ബാക്കിലായിരിക്കും സ്പീക്കറൊക്കെ പ്ലേസ് ചെയ്യുക. അത് ട്രാൻസ്പാരന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ കാണില്ല, സൗണ്ട് ബാക്കിൽ നിന്ന് പുറത്തോട്ട് വരും. അപ്പോൾ വെച്ചാൽ നമുക്ക് അതിന്റെ വിഷ്വലി നല്ലപോലെ അതിനെ അലൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ കാണുന്ന പോലുള്ള കാറ്റഗറിയിലുള്ള ഇതൊരു സ്ക്രീനാണ് കേട്ടോ. ലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലേ? എന്താ പറയാ ഇതിനകത്ത്? ALR എന്നാ പറയുന്നത്. ആംബിയന്റ് ലൈറ്റ് ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു മെറ്റീരിയൽ. ഇതൊക്കെ ഇതിനൊക്കെ അനുസരിച്ച് ഇതിന്റെ റേറ്റിൽ വ്യത്യാസം വരും. ഓക്കെ, ഇത് നമുക്കൊരു ഹാളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ TV പോലെ തന്നെ കിട്ടും. ഇത് നോർമലി യൂസ് ചെയ്യുന്നത് അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടർ ഉണ്ട്. നമ്മൾ തൊട്ട് താഴെ തന്നെ വെക്കുന്നത് വലിയ സ്ക്രീനായിട്ട് അടിക്കാൻ പറ്റും. അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള തിയേറ്റർ ഐഡിയാസ് ഉണ്ട്, സിസ്റ്റംസ് ഉണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ വീടുകളിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഐഡിയാസ് വീടുകളിൽ കൊടുക്കാം. ഓഫീസുകളിലാണെങ്കിൽ അത് അല്ലേ, നിങ്ങൾ ഇതിന് വേണ്ട ഒരു കൺസൾട്ടിങ് ആയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഒന്നും അറിയാത്ത ആളായിരിക്കും വിളിക്കുന്നത്, അവർക്കൊരു അവയർനെസ് കൊടുക്കുമോ? തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ചിലത് പല ആൾക്കാർ സൈറ്റിലോട്ട് വിളിച്ച് വന്ന് കാണാൻ പറയും. അപ്പൊ പോയിട്ട് കാണും. അതെവിടെയാണെങ്കിലും നമ്മളത് സമയം ഷെഡ്യൂൾ ചെയ്തിട്ട് കാണുന്നുണ്ട്, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. അത് ഈവൻ അവരൊരു പ്ലാൻ ചെയ്യാണ്. ഇപ്പം നമ്മളെ അടുത്ത് തന്നെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സിനിമ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് ആരെ കൊണ്ട് ചെയ്യിച്ചാലും അതൊരു നിങ്ങളൊരു ഉത്തരവാദിത്തമാണ്. കാരണം ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ നിന്ന് വന്ന ആൾക്കാരാണ്. ഇത് പഠിച്ച്
അതിന്റെ പാഷനായിട്ടായിട്ട് വന്ന ആളാണ്. ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട് അശോക് ആണെങ്കിലും എല്ലാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയും, നമ്മൾ പോകുമ്പോൾ നല്ല സീറ്റ് തിരഞ്ഞെടുത്ത് ഇരുന്ന് കാണുന്ന ആൾക്കാരാണ്, അതുപോലെ എല്ലാവരും കാണണം. അതെ. ഇതിലെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പലപ്പോഴും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ആർക്കിടെക്ട്സ് ആണെങ്കിലും പ്ലാൻ വരക്കുമ്പോൾ ഒരു ഹോം തിയേറ്ററിന് എത്ര സ്പേസ് കൊടുക്കണം, എവിടെ കൊടുക്കണം എന്നൊന്നും വ്യക്തമായിട്ട് ചിലപ്പോൾ അവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ കൺസൾട്ടിങ് ആണ്. നിങ്ങൾ പ്ലാൻ വരച്ചതിന് ശേഷം ഇവരെ കൂടെ കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ വീട്ടിൽ ഒരു ആപ്റ്റ് ആവുന്ന തിയേറ്റർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. തീർച്ചയായും ഇതിപ്പം പ്ലാൻ തുടങ്ങുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ വരച്ചതിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി. കെട്ടിക്കഴിഞ്ഞാൽ പൊളിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ ആർക്കിടെക്ട് ആകുമ്പോൾ നോർമലി ഹോം തിയേറ്റർ എന്ന് പറയുമ്പോൾ അവർ ചെറിയൊരു TV റൂമാണ് അവർ മനസ്സിലുണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഡിസൈൻ സോഫ്റ്റ്വെയർ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലുള്ള റൂം സെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അത് വെറുതെ പറയാമല്ലോ കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മളൊരു സൈറ്റ് കണ്ടിട്ടുണ്ട് ഇന്റീരിയറിന്റെ വർക്കിന്. അപ്പോൾ അത് ഹോം തിയേറ്ററിന് വേണ്ടി പ്ലേസ് ചെയ്ത പ്ലേസ് ആയിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അത് TV ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇന്റീരിയർ. കാരണം എന്താ വെച്ചാൽ അവിടെ കൺസെപ്റ്റിൽ അത്രയുള്ള സ്പേസ്, പക്ഷെ റിയാലിറ്റി വന്നപ്പോൾ അവിടെ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. TV ഏരിയ ഇത് ഹൈറ്റും ഒക്കെ മാറും. സൗണ്ട് സിസ്റ്റം ഇട്ടതുകൊണ്ട് ആയിക്കൊള്ളുന്നില്ല. നമ്മളിതാ മറ്റൊരു കിടിലൻ തിയേറ്ററിൽ അല്ലേ, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാണ് അല്ലേ. ഓക്കെ, നമ്മളൊരു ബ്ലൂ തീമിലാണുള്ളത്. നോർമൽ ലൈറ്റിലേക്കൊന്ന് വന്നാലോ? നോർമലി ഈ സ്പോട്ട് ലൈറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ ഉണ്ടാവുക അല്ലേ. ഫുട്ബോളിനുള്ള റെഡ് ലൈറ്റ്. ഓക്കെ, ഇത് എന്ത് തിയേറ്ററാണ്? ഇതൊന്നുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ? ഇത് നമ്മൾ നേരത്തെ കണ്ട ഡെമോ ആണ്. അതിൽ ഒരുപാട് ചേഞ്ചസ് ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കും. അതിൽ നമുക്ക് ഡോൾബി അറ്റ്മോസ് ഉണ്ട്, ഓറോ 3D ഉണ്ട്. ഇതിപ്പോൾ കസ്റ്റമറിന് വേണ്ടിയിട്ട് 7.2.2 എന്ന് പറഞ്ഞ ഡോൾബി അറ്റ്മോസിന്റെ കോൺഫിഗറേഷനിൽ വെച്ചാൽ ഇങ്ങനെ നമ്മുടെ ഇയർ ലെവലിൽ ഈ സ്പീക്കറും പിന്നെ അതുപോലെ ടോപ്പിൽ രണ്ട് സബ് ഓഫർ എന്നുള്ള രീതിയിലാണ് ഇവിടെ. ഇവിടെ വാളിൽ നേരത്തെ കണ്ട ജോർജറ്റ് വേറെ മോഡലാണല്ലോ. ഇത് വേറെ മെറ്റീരിയലാണ്. അപ്പോൾ നമ്മളത് ഇതിന്റെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ മാറുന്നതനുസരിച്ചിട്ട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ മാറും. അതുപോലെ ഇവിടുത്തെ സിറ്റിംഗ്സ് ഇത് ഒരു സ്പെഷ്യൽ കൺസേൺ ആയിരുന്നു. ഇപ്പോൾ ഇത് പല ആൾക്കാരും പറയുന്നുണ്ട് ഇങ്ങനെ കിടന്ന് കാണാൻ. അപ്പോൾ അതിന് വേണ്ടി ഇതിന്റെ പ്ലാറ്റ്ഫോം വരെ ഞങ്ങൾ ചെയ്തേക്കുന്നത്. ആ ഒരു ലെവൽ അത്രയും 7 ഫീറ്റിൽ കൊടുത്തു. പിന്നെ സീറ്റിൽ ബാക്കിൽ മോട്ടറൈസ്ഡ്. ഇത് മോട്ടറൈസ്ഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് മാക്സിമം റിലാക്സ് ചെയ്യാം. പിന്നെ ഓരോ പൊസിഷനിലായിട്ട് നമുക്ക് വെക്കാം. കാലിനൊരു ഇതൊക്കെ വരികയാണെങ്കിൽ ആവശ്യമുള്ള രീതിയിൽ അതിൽ നിർത്തി വെക്കാം. പോസ് ചെയ്യാം. ഏതൊരു USB ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു. ഓക്കെ, ഇങ്ങനെ തിയേറ്ററിൽ പോയാൽ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി കിട്ടൂല അല്ലേ. പണം കൊടുത്ത് തിയേറ്ററിൽ പോയാൽ ഈ ഒരു ഫെസിലിറ്റി. ഇത് നമുക്ക് എപ്പോൾ എന്തിനും വേണം ഉപയോഗിക്കാം, വന്നിരിക്കാം, പുസ്തകം വായിക്കാം. അതെ. ഓക്കെ, വെറുതെ കടന്നുറങ്ങാനും അതെ, സിനിമ കണ്ടോണ്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. ആ ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊരു കിടിലൻ തിയേറ്റർ. ഇനി നമുക്ക് ഇതിൻ്റെ വേറെ ലെവൽ ഒരുപാട് തിയേറ്ററുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോന്നുമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സമയം തീരും. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ആൾക്കാർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് എത്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് നിങ്ങൾ ചെയ്ത വർക്കുകൾ കാണണമെങ്കിൽ അതും പോസിബിൾ ആണല്ലോ. പിന്നെ നേരിട്ട് വരികയാണെങ്കിൽ ഓരോ ലൊക്കാലിറ്റിയിൽ നമുക്ക് പെർമിഷൻ കിട്ടുന്നതനുസരിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഒരു ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമറെ സമയം നോക്കണമല്ലോ. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മളെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ല നമ്മളെ വ്യൂവേഴ്സിന് ഇനിയിപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളെ സർവീസ് ലഭിക്കും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും അത് ക്ലിയർ ചെയ്യണമല്ലോ. അപ്പോൾ അത് വിളിച്ചാൽ മതി. ലൊക്കേഷൻ പറഞ്ഞാൽ നമുക്ക് എത്താനുള്ള ടൈമേ ഉള്ളൂ. പോയി നോക്കാം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും. ഓഫീസ് എവിടെയാണ് വരുന്നത്? ഓഫീസ് കൊല്ലത്ത് ബൈപ്പാസ്. ഇതൊരു വലിയ സ്ക്രീനാണ്, പക്ഷെ ഇവിടെ സ്പീക്കേഴ്സ് ഒക്കെ എവിടെയാണ് നിങ്ങൾ ഹൈഡ് ചെയ്തിട്ടുള്ളത്? അവിടെ കണ്ട വെച്ചിട്ടായിരിക്കുമല്ലോ ചോദിക്കുന്നത്. അവിടെ ഞാൻ നോർമൽ സ്ക്രീനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്ക്രീൻ പലതരം ഉണ്ട്. ഇതിപ്പോൾ അക്കോസ്റ്റിക് സ്ക്രീനാണ്. ഇതിന്റെ ബാക്ക് സൈഡിലാണ് നമ്മളിപ്പോൾ പിന്നെ സ്പീക്കർ പ്ലേസ് ബാക്കിലാണ്. ഇതിന്റെ ബാക്കിൽ നമ്മുടെ ഇയർ ലെവലിൽ. കാരണം ഇത് ബാക്കിൽ വെച്ചാലും സൗണ്ട് പുറത്തോട്ട് വരും. കാരണം ഇതിന് മെറ്റീരിയൽ കണ്ട. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇതിന്റെ ഉള്ളിലാണ് കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ സിനിമ കാണുമ്പോൾ ഈ ബ്ലാക്ക് അതിന്റെ ഇടയ്ക്കുള്ള സ്ക്രീൻ മാത്രമേ കിട്ടുള്ളൂ. ഈ ഡോർ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഇതിന്റെ AVR പിന്നെ UPS എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഇതിന്റെ ഉള്ളിലാണ്. ഇതിപ്പോ ഇത് നമുക്ക് റിമോട്ട് ഇത് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു അടിപൊളി തിയേറ്റർ ആണിത്. ഇത് നമ്മൾ കസ്റ്റമറിന്റെ ഒരു ഇത് അത് കണ്ടത് ഡെമോ ആണ്. നമ്മൾ പല കസ്റ്റമർ നിങ്ങൾക്ക് എന്ത് വേണോ അത് അവർ നിർമ്മിച്ചു തരും. ഒരു തിയേറ്ററിൽ എങ്ങനെയാണോ ഡോർ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ആയിരിക്കണം അല്ലേ. ലെവലില് ക്ലോസ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണിത്. ചില സ്ഥലത്ത് നമുക്ക് സൗണ്ടിന്റെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ 2 ഡോർ കൊടുക്കും. 2 ഡോർ ഓട്ടോ ക്ലോസും നോർമൽ ഡോറും. അപ്പോൾ നമുക്ക് സൗണ്ടിന്റെ പ്രശ്നങ്ങളും വരില്ല. ഇതിനകത്ത് എത്ര സൗണ്ടിലിട്ടാലും പുറത്തേക്ക് എടുക്കില്ല.
ഒരു ശല്യമേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡോർ ഈ പൊസിഷനിൽ കൊടുക്കാൻ പറയുന്നത്. ഇതുപോലെ പുറത്തേക്കുള്ള മെയിൻ റോഡ് വന്നാൽ എന്തെങ്കിലും നമുക്ക് സൗണ്ട് ബ്ലോക്ക് ചെയ്യണേ ഉള്ളിൽ നമുക്ക് കൊടുക്കാം. ഇത് കുറച്ചുകൂടി ഇങ്ങോട്ടാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായി സൈഡിൽ വരണം അല്ലേ? അതെ. നമ്മൾ ആ മറ്റൊരു ഹോം തിയേറ്റർ കാണാൻ വേണ്ടിയിട്ട് ലൂമിയർ ഹോം സ്ക്രീൻസിന്റെ അവരുടെ ഓഫീസിൽ തന്നെ വന്നപ്പോൾ അവിടെ തന്നെ സെറ്റ് ചെയ്താണല്ലേ? അതെ. നമ്മളെ വ്യൂവേഴ്സിനെ എല്ലാം നേരിട്ട് വന്ന് കാണാനുള്ള ഒരു ഓപ്ഷൻ. അതെ, ഇവിടെ വന്ന് കാണാം. നമ്മൾ നേരത്തെ കണ്ട അവിടെയും കാണാം. കാരണം ഇവിടെ എന്ന് വെച്ചാൽ നമ്മളിത് നോർമലി സിമ്പിൾ ആയിട്ട് ചെയ്തവർ. ആ. ഇതില് നോർമലി സിമ്പിൾ എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിൽ അതിനുള്ള സ്പേസ് ഉണ്ടോ ഒരു തിയേറ്ററിന് എന്നുള്ളതാണ്. അതെ, ഇതൊരു വീട്ടിലെ റൂമിന്റെ സ്പേസ്, ഒരു ബെഡ്റൂം ആണ്, അത്ര ബെഡ്റൂമിന്റെ സ്പേസ് ആണ്. അതെ, ആ ഒരു സൈസിൽ ഇത് ചെയ്തിരിക്കുക. 15 അടിയാണ്. 15 അടി, അതുപോലെ തന്നെ 10 അടി വീതി. 10 അടി വീതി. അതിൽ വരുന്ന ഒരു റൂമിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം. അതെ അല്ലേ? ഒരാൾക്ക് മിനിമം ഉണ്ടാവുന്ന ഒരു ആഗ്രഹമാണ് നമ്മളെ വീട്ടിൽ ഇത് പറ്റുമെങ്കിൽ ആ ഒരു സ്പേസ് അത് ഇതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഹോം തിയേറ്റർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, എത്ര രൂപക്ക് ഇത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫിക്സഡ് ആയിട്ട് നമ്മൾ പിന്നെ ഡിസൈൻ ചെയ്ത പാക്കേജ് ഉണ്ട്. എന്നുവെച്ചാൽ ഏകദേശം 1.9 മുതൽ 3.5 വരെ ആ രീതിക്ക് പോകുന്നുണ്ട്. അതായത് 2 ലക്ഷത്തിനുള്ളിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പ്രിഫർ ചെയ്യുന്ന സ്പീക്കേഴ്സ്, പിന്നെ അതുപോലെ അതിന്റെ അക്കോസ്റ്റിക്സിന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് അതിൽ വരുന്നുണ്ട്. അഡ്വാൻസ്ഡ് കൂടുമ്പോൾ കൂടി പോകും. അതിന്റെ മേലോട്ട് പോയി കഴിഞ്ഞാൽ കസ്റ്റമർ രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ചൂസ് ചെയ്യാം. ഇപ്പം ഫുൾ HD 4K എന്ന് പറയുന്ന രീതിയിലൊക്കെ അങ്ങോട്ട് കയറി പോകാം. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് ഹയർ പിന്നെ ബഡ്ജറ്റിലോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ 3D സബ്മിറ്റ് ചെയ്ത് അത് കാണിച്ച്, അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും കസ്റ്റമർ സജഷൻ ഉണ്ട് അതെടുത്തിട്ട് അതിൽ നിന്നൊരു 3D അവരുടെ റൂമിൻ്റെ ഡയമെൻഷൻ അനുസരിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പണി സ്റ്റാർട്ട് ചെയ്യുന്നതല്ല. ഓക്കെ. അപ്പോൾ 2 ലക്ഷം മുതൽ അങ്ങ് കയറി ഒരുപാട് ഹൈയിലേക്ക് നിങ്ങൾക്ക് സ്പേസിനനുസരിച്ചും കാറ്റഗറിക്ക് അനുസരിച്ചും ഡിസൈനനുസരിച്ചും ഇതിന്റെ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യട്ടെ. നമ്മളിത് പരിചയപ്പെടുത്താനുള്ള കാരണേ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ചാനലിൽ ഇതുവരെ ഒരു ഹോം തിയേറ്റർ പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത്. കാരണം ഹോം തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല, സ്റ്റഡി പർപ്പസിനും അതുപോലെ തന്നെ മീറ്റിങ്ങിനാണെങ്കിലും ഒരുപാട് ഉപയോഗമുള്ള സംഭവമാണ് ഇത്. ഒരു എന്താണ് പറയുക, നമുക്ക് സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് ഇരുന്ന് വായിക്കാനോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാനോ പാട്ട് പാടാനോ സിനിമ കാണാനോ ഒക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്പം ഇതിൽ ഇപ്പം കമ്പനി ISO 9002 ഈ സർട്ടിഫിക്കേഷൻ ഉള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ ഓരോ 3D പറഞ്ഞ ഫോർമാറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഇൻവെൻറ്ററായ വിൽഫ്രഡ് ബാൻബാലിൻ്റെ നിർദ്ദേശങ്ങൾ കിട്ടും. ഞങ്ങളിപ്പം ഒരു വർക്കൊക്കെ വരികയാണെങ്കിൽ സാറായിട്ടൊരു ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അതിന് വേറൊരു പിന്നെ പ്ലാന് നമുക്ക് കിട്ടാറുണ്ട്. കാരണം ഇതുപോലെ നമുക്ക് എങ്ങനെ സ്പീക്കർ ഓരോ റൂം അനുസരിച്ച് എങ്ങനെ ചെയ്യണം, എത്ര സ്പീക്കർ വേണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ സജഷൻസ് നമ്മൾ മെയിൻ സീനിയറായ പല ആൾക്കാരുടെ നിന്നും അഡ്വൈസ് എടുത്തുകൊണ്ടാണ് ആ കാര്യങ്ങളോട് നമ്മൾ ചെയ്തു പോകുന്നത്. അല്ലാതെ നേരെ ചെയ്യല്ല, അതിനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങനെ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് പോവുള്ളൂ. ഓക്കെ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക്സ്.